വെൽക്കം ബാക്ക് ടു രേവൂസ് റിക്രിയേഷൻ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കുക്കീസ് റെസിപ്പിയുമായിട്ടാണ്. ഇതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അര കപ്പ് ഓട്സ്, അര കപ്പ് ഗോതമ്പ് പൊടി, ഒരു കപ്പ് ഈത്തപ്പഴം അഥവാ ഡേറ്റ്സ്, അര കപ്പ് പാല്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, കുറച്ച് ഉപ്പ്, അതുപോലെ ഏലക്കായ, പിന്നെ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് നെയ്യ്. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സും ഓട്സും ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സ് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം, ബാക്കിയുള്ളത് പൊടിച്ചാൽ മതിയാവും. ഇത് ഞാൻ ഇവിടെ ബാക്കി വെക്കുന്നുണ്ട്. ഇതിലേക്ക് ബദാം, അതുപോലെ 1 ടേബിൾ സ്പൂൺ നിലക്കടല തൊലി കളഞ്ഞത്. ഞാനിവിടെ വറുത്ത കടലയാണ് എടുത്തിരിക്കുന്നത്. ഇനി വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 ഏലക്കായ. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈത്തപ്പഴം കൂടെ ഒന്ന് അടിച്ചെടുക്കണം. ഇത് മാത്രം അടിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് പാല് ചേർത്തിട്ട് അടിച്ചെടുക്കാം. ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇത് കുറച്ച് അരയാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ കുറച്ച് പാല് ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇതുപോലെ നന്നായി അരച്ചെടുക്കുക. ഞാൻ ആദ്യം എടുത്ത അര കപ്പ് പാലിന് പുറമെ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും ഓട്സും കൂടെ ചേർന്ന് മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അര കപ്പ് ഗോതമ്പ് പൊടി, ഒരു നുള്ള് ഉപ്പ്, പൊടിക്കാതെ മാറ്റി വെച്ച ഓട്സ്, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി മുറിച്ചത്. ഇനി ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇവിടെ ഒരു ബൗളിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. വെണ്ണയുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇനി നമുക്കിതിലേക്ക് അടിച്ചെടുത്ത് വെച്ച ഈത്തപ്പഴം ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇതുപോലെ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഓട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർന്ന് ഈ മിശ്രിതം ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കൈ കൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാം. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കും, അത് കുഴപ്പമില്ല. ഞാനതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. എനിക്കിവിടെ കുറച്ച് പാല് ചേർത്തത് അധികമായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. ഇട്ട് നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹോർലിക്സ് ചേർക്കുകയാണ്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. കയ്യിലൊക്കെ ഇതുപോലെ പറ്റിപ്പിടിക്കുമോ ഒന്നും കുഴപ്പമില്ല. ഇതാ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യാനുള്ള നമ്മുടെ ഈ പാനിന് നമുക്കൊന്ന് നെയ്യ് വെച്ച് ഗ്രീസ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് ഒന്ന് തട്ടിക്കൊടുക്കാം. ഇതിനു പകരം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാവുന്നതാണ്. ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ചൂടാവാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് ഒരു തട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേനും ബിസ്ക്കറ്റ് തയ്യാറാക്കാം. ഇതുപോലെ കയ്യിൽ വെച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ
അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട വലുപ്പത്തിൽ ഇതുപോലെ ചെറിയ ബോളാക്കി അത് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ചെറുതായിട്ട്. ഇനി വേറൊരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതുപോലെ ഉരുട്ടി നമുക്ക് കയ്യിൽ വെച്ച് പരത്തിയ ശേഷം ഒരു ഫോർക്ക് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. 10 ബിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള മാവ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 എണ്ണം ഉണ്ടാക്കി കാണിച്ചു തരാം. നമ്മുടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് അതിലേക്ക് ഇറക്കി വെക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഒരു ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഇങ്ങനെ ഇതിലേക്ക് അധികമൊന്നും പറ്റുന്നില്ല. അതിനർത്ഥം ഇത് വെന്തിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. കുക്കീസ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതുപോലെ തന്നെ ഉണ്ട് കാണുമ്പോൾ. ചൂടൊക്കെ പോയ ശേഷം ഞാൻ എടുത്ത് കാണിക്കാം. ഓട്സും ഡേറ്റ്സും ചേർന്ന വെറൈറ്റി ആയിട്ടുള്ള കുക്കീസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉൾഭാഗം കുറച്ച് സോഫ്റ്റാണ്, അടിയിൽ കുറച്ച് ഹാർഡായിട്ട് നമ്മുടെ നല്ല ബിസ്ക്കറ്റ് രൂപത്തിൽ തന്നെയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ. കുക്കീസ് നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. ബൈ.